ചാനലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിത് കട്ടിങ് വീഡിയോയാണ്. പലരെന്നോട് ചോദിച്ചു, പലരും തയ്ക്കണം എന്ന് പലർക്കും തയ്ക്കാൻ ആഗ്രഹമുള്ള ഒരു നൈറ്റിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നൈറ്റി മെറ്റീരിയൽ അല്ല കേട്ടോ, ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഞാൻ 3 മീറ്റർ മേടിച്ചതാണ്. ഞാൻ ഒരു കട ചെന്നപ്പം നൈറ്റി മെറ്റീരിയൽ ഇല്ലായിരുന്നു അവിടെ. അവർക്കത് ചിലവാകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയലാണ്, ഒരുപാട് റണ്ണിങ് മെറ്റീരിയലുണ്ട്. അപ്പം ഞാനെന്നാൽ പിന്നെ വേറെ തപ്പാൻ പോയില്ല, ഞാനിതങ്ങ് മേടിച്ചു. എനിക്കിതിൻ്റെ കളർ വലിയ ഇഷ്ടമാണ്. പണ്ടേ എൻ്റെ വീക്ക്നെസ്സാണ് ഇങ്ങനത്തെ റോസ് കളറും അതേലെ വൈറ്റ് പ്രിൻറ്റും. എനിക്കറിയാം ഇത് നമ്മൾ റഫ് യൂസായിട്ട് വീട്ടിലിടാൻ കൊള്ളില്ല നമുക്ക്. പിന്നെ ഇച്ചിരിയോടൊക്കെ നല്ല ഇച്ചിരിയോടൊക്കെ ചില പ്രത്യേക സമയത്തൊക്കെ നമുക്കിടാനായിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല മെറ്റീരിയലാണ്. ഇതിന് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ, 140 അങ്ങനെങ്ങാണ്ട് ഇച്ചിരി ഇത് വില കൂടുതലാണ്. എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ മേടിച്ചു. നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തായത്, ഇടാനും നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിയതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അളവെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സാധാരണ 34 ഇഞ്ച് വീതിയുള്ള നൈറ്റി മെറ്റീരിയൽ 3 മീറ്റർ മേടിക്കുന്നതിന് പകരം ഇത് 42-43 ഇഞ്ച് വീതിയുള്ള 3 മീറ്റർ റണ്ണിങ് മെറ്റീരിയലാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെട്ടും. നിങ്ങൾ നൈറ്റി ബിറ്റിലാണ് അല്ലെങ്കിൽ നൈറ്റി മെറ്റീരിയലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തിക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ ചെയ്യുമ്പോൾ ചില പ്രത്യേകതയുണ്ട്. ഫ്രണ്ടിലെ നമുക്ക് ഞൊറിവ് പ്ലീറ്റ്സ് കൂടുതൽ കിട്ടും. ബാക്കിൽ കൂടുതൽ വേണമെങ്കിൽ ബാക്കിൽ നമുക്ക് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കത് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം റൗണ്ട് യോക്ക് നൈറ്റിയാണ് ഞാൻ തയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഈ റോസിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന ഈ ക്രീം ഹക്കോബയാണ്. ഇത് നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് ഹക്കോബ ഞാൻ 1/2 മീറ്റർ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെക്കാം. ഇത് 265 രൂപയുടേതാണ് 1/2 മീറ്റർ. അപ്പം നമുക്ക് മെഷർമെൻറ്റ്സിലേക്ക് തുടങ്ങാം. ശ്രദ്ധയോടെ ഇരിക്കണം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ റിക്വസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, അല്ലെ വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ കാണാതെ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചേക്കുക, 42 ഇഞ്ചിൻ്റെ സൈസ് കാണിക്കാവോ, 41 ഇഞ്ചിൻ്റെ കാണിക്കാവോ? വ്യക്തമായിട്ടും ഞാൻ 36 ഇഞ്ചിൻ്റേത് മുഴുവൻ കാണിച്ചതിന് ശേഷം ഞാൻ എൻ്റേത് വെട്ട് കാണുമെന്ന് പറഞ്ഞ് 42 ഇഞ്ചിൻ്റേത് കൃത്യം മെഷർമെൻറ്റ് കാണിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ നൈറ്റ് ഞാൻ വെട്ടിയത്. എന്നിട്ടും ചോദിക്കുക 41 കാണിക്കാവോ, 42 കാണിക്കാവോ? അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇത് ഇന്ന് ഞാൻ മിക്കവാറും കട്ടിങ് വീഡിയോ മാത്രമേ ഇടത്തുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ടില്ല. കാരണം റൗണ്ട് യൂനെക്ക്, അതായത് അങ്ങനത്തെ വരുമ്പോൾ യോക്ക് വരുമ്പം അത് ഇച്ചിരി പ്രത്യേകതയുള്ള തയ്യലാണ്. അപ്പം തുടക്കക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയും കൂടി നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് സൂത്രം കാണിക്കാം. ഇത് 2 പീസാണല്ലോ അല്ലേ? നമ്മുടെ ഫുൾ തുണി ഞാൻ നീളത്തിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടു. ഞാൻ നിങ്ങളിതിൻ്റെ വീതി ഒന്ന് കാണിക്കാവേ. ഞാൻ അളന്ന് നോക്കിയില്ലായിരുന്നു എങ്കിലും 44 ഇഞ്ച് വീതിയാണിത്. സത്യത്തിൽ ബാക്ക് പാർട്ടിൽ നമുക്ക് 44 ഇഞ്ചിൻ്റെ യാതൊരു ആവശ്യമില്ല. ഫ്രണ്ട് പാർട്ടിൽ പ്ലീറ്റ്സ് നല്ലപോലെ കിടന്നുണ്ടേ. ബാക്ക് പാർട്ടിൽ സാധാരണ നമ്മുടെ ചുരിദാറിൻ്റേതുപോലെ നമുക്ക് 34 നൈറ്റിക്ക് 34 അല്ലെ 32 നമുക്ക് ബാക്കിൽ മതി. അപ്പം ഞാനൊരു 32 എടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റും, ബാക്ക് പീസിന് മാത്രം കേട്ടോ. 32 അളന്നെടുത്തിട്ട് 32 ഞാനിങ്ങനെ വരച്ച് ആ ബാക്ക് പാർട്ടിലേക്കുള്ള മൊത്തം നീളത്തിൽ ഞാനത് കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ നമുക്കിത്രയും തുണി എക്സ്ട്രായാണ്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, ഇത് ബാക്ക് പാർട്ട് മറക്കരുതേ. ഇത് നമ്മൾ ബാക്ക് പാർട്ടിന് നോക്കിക്കോണേ. ഈ ബാക്ക് പാർട്ടിനൊപ്പം തന്നെ ഫ്രണ്ട് പാർട്ടും ചേർത്ത് വെച്ചു. ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ഫ്രണ്ടിന് ഇത്രയും കൂടുതലുണ്ട്, ബാക്കിൽ ഇത്രയും കുറവാണ് എന്നേ ഉള്ളൂ. മറ്റ് പ്രത്യേകതകളൊന്നും ഇല്ല. അപ്പം ഞാൻ മെഷർമെൻറ്റ് തുടങ്ങാൻ പോവാണ്. കണ്ണും കാതും കൂർപ്പിച്ചിരുന്നോണം, നല്ല പോലെ മനസ്സിലാക്കിക്കോണം, അവനവൻ്റെ തയ്ച്ചോണം. വേണമെങ്കിൽ തയ്ച്ചു എത്ര പേര് ഞാൻ തരുന്ന വീഡിയോ കണ്ടിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്നറിയാവോ? എനിക്കതൊക്കെ വലിയ സന്തോഷമാണ്. തയ്ച്ചു കൊടുക്കുന്നതൊക്കെ സന്തോഷമാണ്. പക്ഷേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും സന്തോഷം കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. കട്ടിങ് തുടങ്ങേണ്ടത് ഇവിടുന്നാണ്. അതുമല്ല, എന്താണ് കട്ട് ചെയ്യുന്നത്? സ്ലീവാണ് ആദ്യം കട്ട് ചെയ്യുന്നത്, അത് മറന്നു പോകല്ലേ. റൗണ്ട് പ്ലീറ്റഡ്
റൗണ്ട് യോക്കിന് ആദ്യം കട്ട് ചെയ്യുന്നത് ഏതാണ്? സ്ലീവാണ്. അപ്പം നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ആരംഭിക്കുന്നു. സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരുന്നോണം. ഞാൻ 36 ഇഞ്ചുള്ള ഒരാൾക്ക് നമുക്ക് എത്ര സ്ലീവ് വേണ്ടി വരും? സ്ലീവല്ല, ഷോൾഡർ 7 വേണം. 7 വേണ്ട ഒരാൾക്ക് ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുത്താൽ മതി. പിടി കിട്ടിയോ? 7 വേണ്ടവർ. ഇനി 38, 39, 40 വരെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് 4.5 എടുക്കാം. 42 ആണെങ്കിൽ ഒരു 4.25, 5 വേണ്ട, 5 കൂടുതലാണ്, ഒരു 4.25 എടുത്താൽ മതി. അത്രയും വരെ മനസ്സിലായല്ലോ. അപ്പം എനിക്കാണല്ലോ എടുക്കുന്നത് 42-ന്. അപ്പോൾ എത്ര എടുക്കും? 4.25. 4.5 ആണേലും മതി, തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോർത്താണ് 4.25 എന്ന് പറയുന്നത്. അത് കയറ്റി 5 ഒന്നും ആക്കിയേക്കല്ലേ, 5 ആയാൽ കൂടിപ്പോവും. അപ്പം ഞാൻ 4.25 മെഷർമെൻറ്റ് കൊടുത്തു. ഇതെന്തിനാ? എനിക്ക് കൈക്കുഴി വരയ്ക്കാനാണ്. ഇത് വലിയ ആനൂന ചേര കേസൊന്നുമല്ല. നമ്മൾ സാധാരണ കൈക്കുഴി വരയ്ക്കത്തില്ലേ, ആ സെയിം സാധനം ഇവിടുന്ന് നീങ്ങുന്നത് കൊണ്ട് ആ അളവ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ 4.25 ഞാൻ വരച്ചു. ഇനിയും 32 ഉള്ളെങ്കിൽ എത്ര മതി? ഒരു 3.5 മതി കേട്ടോ. 32കാർക്ക് 3.5 മതി. ഇനി നമുക്ക് ഈ താഴേക്കുള്ളത് നമ്മുടെ കൈക്കുഴി എത്ര വേണ്ടേ? സാധാരണ നമ്മൾ കൈക്കുഴി എത്ര എടുക്കുന്നത്? 7 ഷോൾഡർ ഉള്ളയാൾക്ക് 7 എടുക്കും, 8 ഉള്ളവർക്ക് 8 എടുക്കും, 7.5 ഉള്ളവർക്ക് 7.5 എടുക്കും. ഞാൻ 7.5 എടുക്കുന്നുള്ളൂ, എനിക്ക് 8 വേണ്ട. അല്ലെങ്കിൽ നമുക്ക് 7.5 കുറവാണോ ചുമ്മാ ഒന്ന് വേണേൽ മെഷർ ചെയ്ത് നോക്കിയേക്കാം. ഞാനപ്പം 7.5 ഒരു ഇത് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൈക്കുഴി അടയാളപ്പെടുത്തി ചെസ്റ്റ് മുന്നോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച്, ഒരു 1.5 ഇഞ്ചിൽ ഒരു പോയിന്റ് കണ്ടെത്തി നമ്മളിങ്ങനെ കൈക്കുഴി ഇങ്ങനെ വരയ്ക്കും. ഇത്രയല്ല ഉള്ളൂ. ഇതാർക്കും അറിയത്തില്ലാത്ത ഏത് പൊട്ടക്കണ്ണനോട് പറഞ്ഞാലും ഇത്രയും സൂത്രം കണ്ടേച്ച് ചെയ്യും. ഇനി സംശയം ഉണ്ടെങ്കിൽ ചുമ്മാ ഞാനൊന്ന് അളന്ന് നോക്കാം, വെറുതെ നോക്കുവാണേ. 6, 7, 8, 9, 10, മൊത്തം 11 ഇഞ്ച് ഉണ്ട്. അതിൽ 1 ഇഞ്ച് പോയാലും 10 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ 20 കൈക്കുഴി. ഇത് കൂടുതൽ കൈക്കുഴി വേണോ? എനിക്ക് 18 വേണ്ടേ, 17.5 മതി. ഇപ്പം എനിക്കിത് 20 ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കൈക്കുഴി 2 ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും കൈക്കുഴി കഴിഞ്ഞു. ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് വരിക. അതിനു വേണ്ടി ഞാൻ ഇതിനെ മുന്നോട്ട് നീക്കിയിടും. കണ്ടല്ലോ, ഇപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ ഇത് ഇത്രയും കുറവുണ്ടെന്ന് ചിന്തിച്ചോണം. നൈറ്റി മെറ്റീരിയലാണെങ്കിൽ ഒരുപോലെ കിടക്കും. ഞാൻ ഇതും ഒരുപോലെ കിടന്നതിനെ ഞാൻ ബാഗിൽ ഒത്തിരി എനിക്ക് വേണ്ടാത്തത് കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. രണ്ടും റൗണ്ട് യോക്ക് തന്നെയാണ്. ഇനി നമ്മൾ യോക്ക് മാർക്ക് ചെയ്യാൻ പോവാം. യോക്ക് മാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇത് വേണ്ടേ, നമ്മുടെ ഷോൾഡർ മൊത്തം നമുക്ക്, നിങ്ങൾ സാധാരണ എത്ര നമുക്ക് ഷോൾഡർ വേണ്ടി വരുന്നത്? മൊത്തം ഈ നെക്ക് മുതൽ നമ്മൾ 7 എടുക്കും, 7.5 എടുക്കും. എനിക്ക് 7.5 അല്ലെ 7.25 വേണം ഈ നൈറ്റ് തയ്ക്കണമെങ്കിൽ. അതിനകത്ത് ഒരു ഞാൻ ഓർത്തേ, എനിക്കിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ ഒരു 100 പ്രാവശ്യം പറയുന്നതിനേക്കാൾ നല്ലത് ഈ വെച്ചിരിക്കുന്നത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നിക്കൊണ്ട് ഏറ്റവും അവസാനം ഞാൻ വന്ന് വീഡിയോ എടുക്കുക. ഇത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നോക്കിക്കോണേ. ഇതാ ഞാൻ ഇങ്ങനെ നമ്മുടെ റൗണ്ട് പ്ലേറ്റഡ് നൈറ്റിയുടെ നമ്മൾ വെട്ടിക്കഴിഞ്ഞുള്ള മോഡലാണ്. നമ്മളെങ്ങനെ ചെയ്യുന്നുള്ളത് ഇത് കണ്ടോ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 തുണി. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ കഴുത്തിലോട്ട് വന്ന് എക്സ്ട്രാ വരിക ചെയ്യുന്നത്. നോക്കിയിരുന്നോണേ, ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കുക ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ കഴുത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഈ സ്ലീവ് വെട്ടി മാറ്റി കഴിഞ്ഞ് ഇവിടെ ഷോൾഡർ വേണമെന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇതും കൂടി ഇങ്ങനെ തയ്ച്ച് പോകേണ്ടതാണ്. തയ്ച്ച് പോകുമ്പോഴാണ് നമുക്ക് ആവശ്യമായ 4.25 അല്ലേ 5 ഇഞ്ച് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ കൈക്കുഴിയുടെ ഇവിടുന്ന് എത്ര ഇഞ്ച് എടുത്ത് മാറ്റുന്നത്, ഈ ദൂരം എടുത്ത് മാറ്റുന്നത്. ഇതാണ് ഞാൻ ഇനി വിശദീകരിച്ച് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ ഇതും കൂടെ ചേർന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഇവിടവും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താ ചെയ്യുന്നുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കഴുത്തിൻ്റെ 6 എടുത്തു. ബാക്കി മിച്ചം താഴേക്കുള്ള ഈ പടി വരണ്ടേ, ഈ പടി വരാനുള്ള ദൂരം കൂടി എടുത്തിട്ടാണ് നമ്മളിതിങ്ങനെ വെട്ടി ഞാൻ ഞുറിച്ചിലിട്ട് വെച്ചേക്കുക തയ്ക്കാൻ വേണ്ടി. കണ്ടോ, അപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങ് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമെന്ന്. ഇനി ഞാൻ തിരിച്ച് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോൾ വരച്ചിടത്ത് നിന്ന് എത്ര ഇഞ്ച് നീക്കിയെടുക്കണം? 3.25 ഞാൻ എടുക്കാൻ പോവാം. 3 മതി. 4 ഇഞ്ച് എന്തിനാണ്? തയ്യൽ തുമ്പ്.
അപ്പം ഇവിടെയും തയ്യൽ തുമ്പ് പോകും, ഇവിടെയും തയ്യൽ തുമ്പ് പോകും. എന്നാലും ഇത് മതി. 3.4 ഇഞ്ച് നോക്കി വരച്ചു. എവിടെ നിന്നാണ് മാറ്റിയത്? ഇവിടെ നിന്ന് 3.4 ഇഞ്ച് മാറ്റി വരച്ചു. ഇനി നമ്മൾ എന്തേരം താഴ്ത്തണം എന്നുള്ളത് ഇവിടുന്ന് പറയാം. ഇതാണല്ലോ കഴുത്ത് നമ്മുടെ വരുന്നത്. ഇവിടെ അല്ലേ കഴുത്ത് വരുന്നത്. ഇവിടെ കഴുത്ത് എത്ര അകത്തണം നിങ്ങൾ പറഞ്ഞു? എത്ര കഴുത്ത് മാറ്റണം? 2.5 മതി. സാധാരണക്കാർക്കെല്ലാം 2.5 മതി. ഒരു 38-40 ഉള്ളവർ 2.25 എടുത്തു. 42കാരും 2.25 എടുത്തു കേട്ടോ. ഞാൻ 3 എടുക്കും. അപ്പം ഞാൻ 3 ഇഞ്ച് എടുക്കും. 3 ഇഞ്ച്. ഈ കഴുത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ്. അപ്പം നമ്മൾ ഇറക്കം എത്ര എടുക്കുന്നു അത്രേ ഇറക്കം ബാക്കിലും വരും. അപ്പം 3ൽ കൂടുതൽ വന്നാൽ കഴുത്ത് മലന്നു പോകും, പുറകോട്ട് വലിയും, അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയും കൂടെയാണ്. അപ്പം നമുക്ക് ഇത് ഇറക്കം എടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 5 അല്ലെ 5.5ൽ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഹോള് നമ്മുടെ സ്ലീവിനുള്ള കൈക്കുഴി വെട്ടി നമ്മൾ മാറ്റി. നമുക്കിനിയും ഈ യോക്ക് പാർട്ടാണല്ലോ നമുക്ക് വേണ്ടത്. ഈ യോക്ക് പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത് ഷോൾഡറാണ്. ഇവിടുന്ന് യോക്ക് വരും. ആ യോക്കും കഴിഞ്ഞ് യോക്ക് വെറും 2 അല്ലെ 2.5 വരത്തുള്ളൂ. 2.5 മതിയോ ഷോൾഡർ? നമുക്കൊരു മിനിമം 4, 4.5, 5എങ്കിലും ഷോൾഡർ വേണം. ഒരു 42 ഉള്ളവർക്ക് നൈറ്റിക്ക് 5എങ്കിലും എന്ത് വേണം? ഷോൾഡർ വേണം. 7 ഉള്ളവർക്കാണെങ്കിൽ 4.5 വേണ്ടി വരും. 4.5, 4.25. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവിടെ നിന്ന് നമ്മൾ 3 മാറ്റി വരച്ചു. 3 അല്ല 3.25. കാരണം തയ്യൽ തുമ്പ് ഇവിടെ എല്ലാം 1/2 ഇഞ്ച് വെച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കാലുടെ കൂട്ടി 3.25 മാർക്ക് ചെയ്തു. ചെറിയ പിള്ളേർ 36 ഉള്ള ചെറിയ പിള്ളേരല്ല ഉദ്ദേശിക്കുന്നത്, വലിപ്പം 36 ഉള്ളെങ്കിൽ ഇവിടെ 3 എടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നു 3 ഇഞ്ച് കഴുത്തെടുക്കും. ഞാൻ 3 ഇഞ്ച് കഴുത്തെടുക്കും. നിങ്ങൾ 3 ഇഞ്ച് എടുക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് 2.5 അല്ലെ 2.25 ധാരാളം മതി. ഈ കഴുത്തിൻ്റെ പ്രത്യേകത ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഒരേ വലിപ്പത്തിലാണ്. 5.5 ഇവിടെ എടുത്താൽ ബാക്കിലും 5.5, 4.5 എടുത്താൽ ബാക്കിലും 4.5, 6 എടുത്താൽ ബാക്കിലും 6. അങ്ങനെ സൈസിലുള്ള കട്ടിങ്ങാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 6 ഇഞ്ച് എടുക്കുന്നു. അപ്പം നിങ്ങൾ നോക്കിക്കേ, 6 ഇഞ്ചിൽ ഞാൻ വരച്ചു. അതുപോലെ തന്നെ ഇവിടെ 3 ഇഞ്ചും കറക്റ്റ് 3 ഇഞ്ചും അടയാളപ്പെടുത്തി ഞാനൊരു ഇത് വരച്ചു. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? വരയെല്ലാം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വീഡിയോ ഓഫായി പോയി. അതുകൊണ്ട് വീണ്ടും കാണിക്കുക കേട്ടോ. ഇത്രയും വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് യോക്ക് വേണം. കഴുത്തേന്നല്ല യോക്ക് വരുന്നത്. ആ യോക്കിൻ്റെ അളവ് എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്? നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് 2.5 വേണം. അപ്പം നമുക്ക് എത്ര കൂട്ടിയെടുക്കാം? എത്ര എടുക്കാം? നമുക്കൊരു 3 ഇഞ്ച്, നമുക്കൊരു 3 ഇഞ്ച് മാക്സിമം കൂടുതൽ എടുക്കാം. അപ്പം ഞാൻ 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, ഇവിടെ നിന്ന് 3 ഇഞ്ച് കൂട്ടി. അപ്പോൾ എത്രയായി? 6ഉം 3ഉം 9 ഇഞ്ച്. ആ 9 ഇഞ്ച് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തണം. 9 ഇഞ്ച് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി. അതാണ് ഈ കാണുന്ന പോയിന്റ്. കണ്ടോ? നമ്മൾ 9 ഇഞ്ച് വരച്ചു. ആ 9 ഇഞ്ച് ഇവിടെ നിന്ന് ആ 9ലേക്ക് യോജിപ്പിച്ചു. എന്നിട്ട് ഇവിടെയും നമ്മൾ അതേ അളവ് 9 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഈ കോർണറിൽ നിന്ന് ആം ഹോൾ വരയ്ക്കുന്ന പോലെ തന്നെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിലൂടെ ഈ മാർക്കിലൂടെ വന്ന് കറക്റ്റ് നമ്മൾ ഈ പോയിന്റിലേക്ക് കൂട്ടിച്ചേർത്തു. കണ്ടോ? ഈ ഭാഗത്തു നിന്നാണ് നമുക്കിനി സ്ലീവ് എടുക്കേണ്ടത്. നമുക്ക് വേറെ പീസില്ല. ഇവിടുന്ന് സ്ലീവ് എടുക്കാൻ ഇഷ്ടം പോലെ സ്ലീവിന് വിട്ടുണ്ട്. എനിക്ക് സ്ലീവ് വിട്ട് 10.5 വേണ്ടി വരും. ഇത് കണ്ടോ, എവിടെ വരെ ഉണ്ടെന്ന് നോക്കിയേ? 13 വരെ നമുക്ക് എടുക്കാം. ഇറക്കം എത്ര ഉണ്ടെന്ന് നോക്കിക്കേ? 9 ഇഞ്ച്. നിങ്ങൾക്ക് അറിയാമല്ലോ, 9 ഇഞ്ച്. അപ്പം ധാരാളം നമുക്ക് മതി. സ്ലീവ് ഇവിടെ നിന്ന് കിട്ടും. എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പം ഞാൻ വെട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ കിട്ടിയില്ലെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ വിശദീകരിച്ചത്. അപ്പോൾ ഈ നമ്മളെടുത്ത പോയിന്റില്ലേ, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ പോയിന്റ് നമ്മൾ ഇപ്പോൾ തന്നെ ഒന്ന് അവിടെ ഒരു അടയാളം കൊടുത്ത് ഒന്നുകിൽ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക. നോച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പീസിലും കൃത്യമായിട്ടും അറിയാൻ കിട്ടും. 4 പീസിലും ആ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനൊരു കട്ട് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം തീർന്നു. 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് കണ്ടോ, ഇതിന് വളരെ കുറച്ച് ഇത്രേ കാണത്തുള്ളൂ ഞൊറിവ്. ഇത് മതിയല്ലോ ബാക്കിൽ. അപ്പോൾ ഇതിന് ഇഷ്ടം പോലെ കാണും. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്യണം അല്ലേ? സ്ലീവ് ഇതേന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
എനിക്ക് നമ്മുടെ ചെസ്റ്റ് എത്ര 10 അല്ലേ, ആ 10 തന്നെ മനസ്സിൽ കണക്കാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആം ഹോൾ കർവിന് നമ്മളിത് അളന്ന് നോക്കിയില്ലേ, ഇത് അങ്ങോട്ട് നോക്കിയാൽ മതി, ഒന്നും വിഷമിക്കാനില്ല. ഇത് കണ്ടോണേ, 7, 8, 9, 10, 11, ഇങ്ങേയറ്റം വരെ 11 ഉണ്ട്. 11 വേണ്ട, 10 നിങ്ങൾ എടുത്താൽ മതി. ചെസ്റ്റ് അളവിൻ്റെ 4 മനസ്സിൽ ഓർക്കുക. ആ 10 വിട്ട് നമ്മൾ ഇതിലും എടുക്കുന്നു, കണ്ടല്ലോ 10 എടുത്തിട്ട് നമ്മൾ 10 വരയ്ക്കുന്നു. ഇറക്കം നമ്മൾ നോക്കുന്നു, ഇറക്കം നമുക്ക് 9 ഉണ്ട്, നമുക്ക് ഒന്നും ചെയ്യേണ്ട, 9 ധാരാളം മതി, നമുക്ക് മടക്കി എടുക്കുകയും ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കൈയുടെ കുഴിയ് അല്ലേ, എത്ര വേണം, നമുക്ക് 3.5 എടുക്കാം, അല്ലെ 3.25 എടുക്കാം, 3.5, 3.25, 32, 36 കാല് 3.5 എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. എന്നിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കുക. വരച്ച് ഇതിലോട്ട് കൊണ്ടുപോയി ചേർത്തു, കണ്ടില്ലേ. ഇതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനില്ലല്ലോ, നമ്മളെപ്പോഴും ചെയ്യുന്നതല്ലേ. നമുക്ക് ഒരു 1.5 ഇഞ്ച് മാറ്റി നമുക്ക് വരയ്ക്കാം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മാക്സിമം 7, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂട്ടി 8 മതി. ആ 8-ൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുന്നു, ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്നു, സ്ലീവ് റെഡിയായി. പക്ഷേ ഇവിടെ നോക്കിയേ, എനിക്ക് അടിയിലെ തുണി ചെറുതല്ലായിരുന്നോ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ 1 കിട്ടിയുള്ളൂ. ബാക്കി ഞാൻ എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന തുണി നമുക്ക് ഏച്ചു പിടിപ്പിച്ച് നമുക്ക് എക്സ്ട്രാ ഇതിനൊപ്പം ആക്കാം. മനസ്സിലായോ? ഇനി ഇറക്കം കൂടുതൽ വേണമെങ്കിലും നമുക്ക് ഇപ്പം എനിക്കിങ്ങനെ ഒരെണ്ണം ചെറുതായി പോയത് കൊണ്ടല്ലേ ഇത് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നീളം വേണ്ടവർക്ക് ഇതിങ്ങനെ കൂട്ടിച്ചേർത്ത് നമുക്ക് കൂടുതൽ നീളം വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഞാൻ ഒരു കൈ ഇതേ അങ്ങ് വെട്ടിയെടുക്കും. മറ്റേത് എനിക്ക് തുണി ഉണ്ടല്ലോ, ഞാൻ സൈഡ് വെട്ടി മാറ്റിയ തുണി എനിക്ക് ഇത്രയും കിടക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇതേന്ന് കട്ട് ചെയ്തും എടുക്കും. എടുക്കാനായിട്ട് ഞാൻ ഈ ഹക്കോബ നല്ല പ്രിന്റ് അല്ലേ, നല്ല നോബിൾ ലുക്കുള്ള ഇതാണ് ഹക്കോബ തുണിയുടെ 1/2 മീറ്റർ. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും, 4 പീസ് കിട്ടും. ഫ്രണ്ടിലേക്കും 2, ബാക്കിലേക്കും 2. കണ്ടല്ലോ നിങ്ങൾ മടക്കിയിട്ടേക്കുന്നേ. നമുക്കിനിയും ഉണ്ട്, ഇത്രയും മിച്ചമുണ്ട്. നമുക്കിനി ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. 6.5 ഉണ്ട്, 6.5 ഉണ്ട്. നമുക്ക് ഇറക്കവും എത്ര ഉണ്ട്, ഇറക്കവും 11 ഉണ്ട്. അപ്പോൾ 1/2 മീറ്റർ എടുത്താൽ ധാരാളം മതി. നമ്മൾ ഇതിൽ ഇനി മെഷർമെൻറ്റ് കൊടുക്കുവാണേ. ഇതിന് മോശം വശമാണ്. മോശം വശത്ത് മെഷർമെൻറ്റ് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് നെക്ക് എത്ര വേണം, 3 ഇഞ്ച് നെക്ക് വേണം അല്ലേ. ഇറക്കം എത്ര വേണം, 6 ഇഞ്ച് ഇറക്കം വേണം. 6 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് കഴുത്തും വേണം. നമുക്കിതേന്ന് യോക്ക് പാർട്ടിനുള്ള ഇത് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇവിടുന്ന് 3.5 ഇഞ്ച് നമുക്ക് ഗ്യാപ്പിൽ വരച്ചെടുക്കാം. 3.5 ഇഞ്ചെന്ന് പറയുമ്പം 2 വശത്തുനിന്നും 1/2 ഇഞ്ച് പോയിട്ട് നമുക്ക് 2.5 ഇഞ്ച് കിട്ടും കേട്ടോ. ഇച്ചിരി കൊച്ചു പിള്ളേർക്കൊക്കെ 2 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ 3 എടുത്താൽ മതിയേ, 3. അപ്പോൾ എല്ലാ ദിശയിൽ കഴുത്തിൻ്റെ ഇവിടെ നിന്നും നമ്മൾ 3 എടുക്കണം. തുടക്കക്കാർ പ്രത്യേകിച്ചും അടുപ്പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോവും. ഇത് കണ്ടോ, ഇവിടെ നിന്നല്ലേ ഈ കഴുത്തിൻ്റെ ഷേപ്പിൽ നിന്ന് നമ്മൾ 3.5 മാർക്ക് ചെയ്യണം. കണ്ടോ, ഒട്ടും കൂടുതലും കുറവൊന്നും വരില്ല. എന്നിട്ട് നമ്മളിവരെ ഇങ്ങനെ ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇവിടെ വന്നപ്പം 3 ആയിപ്പോയി. ഞാൻ 3.5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടു, ഇവിടെ വലുതും കണ്ടോ 3.5 എടുക്കാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പം മാറിപ്പോയി കൂട്ടുകാരെ, മാറിപ്പോയി.
പ്രായമായില്ലേ, അതിൻ്റെ ആയിരിക്കും അല്ലേ. 3.5 3.5 3.5 3.5 ഈ രണ്ടാമത്തെ വരയിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഹക്കോബായുടെ തുണിയല്ലേ, നല്ല കട്ടിയാണ്. 8 പീസാണ്. 8 പീസുണ്ട് ഇത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പാർട്ട് ഇപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മൾ അപ്പം ഇതാണ് നമ്മുടെ സെപ്പറേറ്റ് ചെയ്യണ്ടേ. സെപ്പറേറ്റ് ചെയ്തിട്ട് നിവർക്കാം, അല്ലെങ്കിൽ എല്ലാം മാറിപ്പോവും. കണ്ടോ എത്ര പീസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇത് കണ്ടോ, ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, ഇതും നമുക്ക് 2 എണ്ണം. അപ്പോൾ ഇനി വേറെ ഒന്നും വെച്ച് പിടിപ്പിക്കേണ്ട, നമുക്കിത് തന്നെ മതി. ഇനി ബാക്കി തയ്യൽ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം.